30 രൂപയ്ക്ക് കിട്ടുന്ന ബീഫ് ചില്ലി, അതെ, നമ്മുടെ നാട്ടിൽ 100ൻ്റെ മേലെ അല്ലെങ്കിൽ 150 രൂപ വില വരുന്ന ബീഫ് ചില്ലി ഇവിടെ വെറും 30 രൂപയുള്ളൂ. നമ്മളുള്ളത് ഹിന്ദുപൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് ഇതുപോലത്തെ ഒരു കട നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വേറെ കടകളിൽ 50 രൂപയൊക്കെ തന്നെ റേറ്റ് വരുന്നുള്ളൂ. ബീഫ് സുലഭമായി കിട്ടുന്ന പ്രദേശമായതുകൊണ്ടായിരിക്കാം ഇതുപോലത്തെ റേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ കന്നുകാലികൾ ഇവിടെ നിന്നാണ് കയറ്റി വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ കണ്ടതാണ്. രാവിലെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഒരു ബൈക്കിൽ എന്തുമാത്രം കുടങ്ങൾ കെട്ടിവെച്ച് വെള്ളം കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച. അങ്ങനെ മാലിക്കിനെ നമ്മളവിടെ നിർത്തി. ഈ ഒരു ടൗൺ വരുന്നത് ഹിന്ദുപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് 4 കിലോമീറ്റർ മാറിയിട്ടാണ്. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഏതൊരു ഏരിയയിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കുക. നമ്മളങ്ങനെ ഒരു ചായ പറഞ്ഞു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കിട്ടുന്ന കടയിൽ ചായ മാത്രം. ഇതിലേക്ക് വേണ്ട കടികൾ കഴിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു കടയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഓരോന്നും ഓരോ ഏരിയയിൽ ഓരോ കടകളിലാണ് വിൽക്കുക എന്നുള്ളതാണ് ഇവിടത്തേക്ക് ഒരു പ്രത്യേകത. ഇങ്ങനെ നമ്മൾ ആ ഒരു ചായ വിൽക്കുന്ന ആളോട് കുറച്ച് കുശലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടുത്തെ സിറ്റുവേഷൻസൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ നമ്മളുടെ ഈ ഒരു യാത്ര മൂപ്പർക്ക് വളരെയധികം ഇഷ്ടമാണെന്നും 2-3 ദിവസം മുന്നേ നിങ്ങൾ ഈ ഏരിയയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കണ്ടതായിട്ടൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ മൂപ്പര് നമ്മളോട് പറയുകയാണ്. നമ്മൾ ഈ ഒരു ഏരിയയിലൂടെയാണ് കുളിക്കാനായിട്ട് ഒരു തടാകം പോലത്തെ ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകാറ്. കുളിക്കാനായിട്ട് വന്ന ഏരിയയിൽ ഇപ്പോൾ സ്ത്രീകൾ എല്ലാ ഏരിയയും കൈയടക്കിയിട്ട് തിരുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഏരിയ മുന്നേ നോട്ടം ചെയ്ത് വെച്ചതായിരുന്നു. ഇവിടുന്ന് കുറേ ആളുകൾ ഇങ്ങനെ കുറേ കന്നുകാലികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ കാണാറുണ്ട്. ഒക്കെ ഗ്രാമീണ ഭംഗിയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള പുൽത്തകിടുകളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. കന്നുകാലികളെ കെട്ടുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് ഈ ഒരു ഏരിയ തോന്നുന്നത്. ആ ഒരു ഏരിയയിലൊക്കെ തന്നെ കന്നുകാലികൾ നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു അരുവി ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട പാടവുമാണ്. ഈ പാടത്തിൻ്റെ ആ ഒരു ഓരോ സൈഡുകളിലൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത്. ആ ഒരു റോഡിൻ്റെ ആ ഒരു ഭംഗിയും നമുക്ക് ഇവിടെ നിന്ന് കാണാം. ശ്രീ ശക്തിസായി ജില്ലയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിൽ ഏകദേശം 26 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ശ്രീ ശക്തിസായി ജില്ലയിലെ വലിയൊരു ടൗണാണ് ഹിന്ദുപൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. മറ്റുള്ള ടൗണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ടൗണിൽ കടകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. വീടുകളെല്ലാം തന്നെ കുറച്ച് മാറിയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ കൂടുതൽ ടൗണുകളിലും വീടുകളും ടൗണുകളും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ കറവിനായിട്ടുള്ള പശുക്കളെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ റോട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പശുവിനെ കൊണ്ടുപോകുന്ന ആ ഒരു രാവിലെ കാഴ്ചയും ട്രാക്ടറുമായിട്ട് വരുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണാൻ സാധിച്ചത്. ഇനി നമ്മൾ പോകുന്നത് ലേപാക്ഷി എന്ന് പറയുന്ന പ്രദേശത്തേക്കായിട്ടാണ്. അതിന് മുന്നായിട്ട് കിട്ടുന്ന ചെറിയൊരു ടോളാണ് ഈ കാണുന്നത്.